ആളുകൾക്കുള്ള യാത്ര സുഗമമാക്കാൻ നടപടികളും ഒക്കെ പുരോഗമിക്കുകയാണല്ലോ. അപ്പോൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് അവിടെ വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. ആ മണ്ണ് മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ഒലിച്ചു താഴേക്ക് വന്നതാണോ? അതല്ല, അതിന് തൊട്ടുപുറകിലുണ്ടായിരുന്ന മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഈ മണ്ണിലേക്ക് എത്തുകയും അങ്ങനെ ഒന്നാകെ ഇങ്ങ് ഒലിച്ചു വരികയുമാണോ ചെയ്തത്? അവിടെയുള്ള കാഴ്ചകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കൂട്ടിയിട്ട മണ്ണ് മാത്രമാണോ ഒലിച്ചിറങ്ങിയത്, അതോ അതിന് മുകളിലുള്ള മണ്ണ്, മലയുടെ ഭാഗം, ഇതെല്ലാം കൂടി താഴേക്ക് വരികയാണോ ചെയ്തിരിക്കുന്നത്? കൂട്ടിയിട്ട മണ്ണ് മാത്രമല്ല നൗഫൽ, രണ്ടും ഉണ്ട്. അതായത് അത് വലിയൊരു പൊട്ടലല്ല, ചെറിയ രീതിയിൽ ആ മലയുടെ ഒരു ഭാഗം, മണ്ണും കല്ലും ഉള്ള ഭാഗം പൊട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വലിയ കോൺക്രീറ്റ് ഭിത്തിക്ക് പിറകിലായാണ് ഈ മണ്ണ് നേരത്തെ ഈ കരാർ കമ്പനി തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് കൂട്ടി ഇട്ടിരുന്നത്. ആ മണ്ണ് ഈ പൊട്ടലുണ്ടായതിന്റെ ഈ സമ്മർദ്ദത്തിൽ ഒന്നിച്ച് വരികയായിരുന്നു. നേരെ മറിച്ച് അവിടെ അത്രയും മണ്ണ് കൂട്ടിയിട്ടിരുന്നില്ലെങ്കിൽ ഇത്ര വലിയൊരു അപകടത്തിലേക്കോ ഇത്ര വലിയൊരു ദുരന്തത്തിലേക്കോ പോകുമായിരുന്നില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം 20-ാം തീയതി വയനാട് ജില്ലാ കളക്ടർ ഈ കരാർ കമ്പനിക്ക് ഒരു ഉത്തരവിലൂടെ തന്നെ ഈ മണ്ണ് മാറ്റണം, ഇനി മഴക്കാലം വരാൻ പോവുകയാണ്, ഇത് സുരക്ഷിതമല്ല, ആളുകൾക്ക് സുരക്ഷിതമല്ല, പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഈ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് ജില്ലാ കളക്ടർ ആ ഉത്തരവ് നൽകിയത്. ആ ഉത്തരവ് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. കാരണം ഒരു കൊട്ട മണ്ണ് പോലും അവിടെ നിന്ന് ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ഉത്തരവ് ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എടുത്ത് മാറ്റിയിട്ടില്ല. അതാണ് ഈ ദുരന്തം വർദ്ധിപ്പിച്ചത്. ഈ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന പാടിയിൽ ഉള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പാടിക്ക് മുകളിലായി ഇതേ രൂപത്തിൽ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഏത് സമയത്തും ഇടിഞ്ഞ് വരാനുള്ളൊരു സാധ്യത കൂടി അവർ ഭയപ്പെടുന്നു. നേരത്തെ ആ ലോറിക്കടിയിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേർ, ആ ദമ്പതികൾ പറയുന്ന അവരുടെ ഏറ്റവും വലിയൊരു ആശങ്ക അതാണ്. ക്യാമ്പിലേക്ക് എത്ര കുടുംബങ്ങളെയാണ് മാറ്റിയിരിക്കുന്നത്?